വിവാഹത്തെ സംബന്ധിക്കുന്ന, വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും വിവാഹം കഴിച്ചവർക്കും ഉള്ള സംശയങ്ങളും ചോദ്യങ്ങളും അതിന്റെ വേദശാസ്ത്രപരമായി എങ്ങനെയാണ് വേദപുസ്തകം ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതുമാണ്. വിവാഹം കഴിക്കാനിരിക്കുന്ന 1-2 കപ്പിൾസ് ഇവിടെ ഉണ്ട്. വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ആൾക്കാരുണ്ട്. വിവാഹം ഒരിക്കലും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാവരെയുമാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബിഫോർ മാരേജ്, നമ്മുടെ ബാച്ചിലർ അല്ലെങ്കിൽ സ്പിൻസ്റ്റർ ആ ടൈം, ആ സമയത്തെ കുറിച്ചാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. വിവാഹത്തിന്റെ ഉദ്ദേശം എന്താണ്? വിവാഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് അതിന് പല ലെവലിൽ നമുക്ക് ആ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാം. ഒന്ന് ബയോളജിക്കലാണ്. ഈ ബയോളജിക്കൽ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഒരു പ്രായമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ദർ ഇസ് എ ബയോളജിക്കൽ നെസസിറ്റി ഓഫ് മാരേജ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ദൈവം അങ്ങനെ അത് അപ്പോയിന്റ് ചെയ്തതുമാണ്. അപ്പൊ ബയോളജിക്കലി എന്തിന് മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുനോ അത് ലൈംഗികമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രൊക്രിയേഷൻ, അതായത് മക്കൾ തലമുറകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ളത്. സോ ഇറ്റ്സ് ഫോർ physical intimacy, sexual intimacy, and also to have offsprings, മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ദൈവിക ഉദ്ദേശം. അത് ബയോളജിക്കലി നമുക്ക് കാണാവുന്ന ഒരു ഉദ്ദേശമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഇമോഷണൽ ആയിട്ടുള്ള തലം. വിവാഹത്തിന് ഒരു ഇമോഷണൽ നെസസിറ്റി ഉണ്ട്. ശാരീരികമായ നെസസിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ ഒന്നാണ് ഇമോഷണൽ നെസസിറ്റി എന്ന് പറയുന്നത്. ഇമോഷണൽ നെസസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബുദ്ധിമുട്ടിലൂടെ വേദനയിലോട്ട് പോകുമ്പോൾ ആ ഇമോഷൻസിനെ അബ്സോർബ് ചെയ്യുവാനും അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം തരാനും വരാം. ബിക്കോസ് എവ്രി വൺ നീഡ്സ് എ ഷോൾഡർ ടു ലീൻ ഓൺ, someone to confess to. അല്ലെങ്കിൽ എനിക്ക് ഏതൊരു പ്രതിസന്ധിയിലും അടുത്ത് എല്ലാം പറയാം, ആശ്വസിക്കാം എന്ന് ഉള്ള ഒരു ഇമോഷണൽ നീഡ്, അതായത് ഒരു സോൾമേറ്റ് എന്റെ പ്രോബ്ലംസ് മനസ്സിലാക്കുകയും മറ്റൊരാൾക്കും അറിയാൻ വയ്യാത്ത എന്റെ പേഴ്സണാലിറ്റിയിലുള്ള കാര്യങ്ങൾ ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാടോടെ അത് മനസ്സിലാക്കുകയും അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സോൾമേറ്റ്. ഇതൊരു എന്താ പറയുന്നത്, ഒരു മനസ്സിന്റെ നീടാണ്. ഇമോഷണൽ, വൈകാരികമായ ഒരു ആവശ്യമാണ്. ദുഃഖം പങ്കുവെക്കാനും സന്തോഷം പങ്കുവെക്കുവാനും അല്ലെങ്കിൽ ഒന്നിച്ച് കാര്യങ്ങൾ ചിന്തിക്കുവാനും പറയുവാനും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു വിവാഹത്തിന്റെ ഒരു പർപ്പസാണ്. എന്നാൽ ഇതിനൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യം, ക്രിസ്ത്യൻ മാരേജസിന് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡാണ്. ഈ സ്പിരിച്വൽ സൈഡിൽ നിന്ന് പലരും ഇഗ്നോർ ചെയ്യുന്നത് നമുക്ക് കാണാം. കാരണം സ്പിരിച്വൽ സൈഡ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം പോയാൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരു നല്ല റിലീജിയസ് സൈഡാണ്. നമ്മൾ ഈ പ്രസംഗത്തിനൊക്കെ, കല്യാണത്തിനൊക്കെ പാസ്റ്റർമാർ പ്രസംഗിക്കും കേൾക്കത്തില്ലേ, നിങ്ങൾ വൈകിട്ട് എല്ലാവരും രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിക്കണം, രാവിലെ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. അത് റിലീജിയൻ മാത്രമേ ആകുന്നുള്ളൂ. നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ? നിങ്ങൾ ശരിക്കും സ്പിരിച്വൽ ആണോ? ചിലപ്പം പ്യുവർലി മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയായിരിക്കും. ഒന്നിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതുകൊണ്ട് ദാറ്റ് ഡസ് നോട്ട് മേക്ക് യു സ്പിരിച്വൽ. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും ദാറ്റ് ഡസ് നോട്ട് മേക്ക് യു സ്പിരിച്വൽ. സ്പിരിച്വൽ ആകണമെങ്കിൽ നമ്മുടെ മൈൻഡ് സ്പിരിറ്റിനോട് ഇൻക്ലൈൻഡ് ആയിരിക്കും. മനസ്സ് ആത്മാവിനോട് എഗ്രി ചെയ്യുന്നതായിരിക്കണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഉള്ളൂ. അപ്പൊ മൈൻഡ് പറയുന്നതും ശരീരത്തിന്റെ വികാരങ്ങൾ പറയുന്നതും അതിനപ്പുറം ആത്മാവിന്റെ തലത്തിലൊരു കൂട്ടായ്മയുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ട കാര്യങ്ങൾ, ദ ഗ്ലോറി ടു ദ ലോർഡ്, ക്രിസ്തുവിന്റെ മഹത്വം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പങ്കാളിത്തം. ആ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കാനും ക്ഷമിക്കാനും വേറെ കുറവുകളെ മനസ്സിലാക്കാനും ആ കുറവുകളോട് പൊരുത്തപ്പെടാനും ഇങ്ങനെയുള്ള ഇപ്പൊ സാധാരണ വിവാഹം ഇപ്പൊ ഇമോഷണൽ തലം വരെ മാത്രം, വൈകാരികമായ തലം വരെ മാത്രം വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് ലോകത്തിലുള്ളത്. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഒരു ഭാര്യ ഭർത്താവ് ചെന്ന് പറയാണ്, ഭാര്യ പറയാണ്, അല്ലെ ഭർത്താവ് പറയാണ്, എനിക്ക് ആളുകളോട് ജീവിക്കാൻ പറ്റില്ല, ഞാൻ മടുത്തു എന്ന് പറഞ്ഞാൽ അവർ ഡൈവോഴ്സ് ചെയ്യാന്ന് പറയുള്ളൂ. കാരണം വൈകാരികമായി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഫിസിക്കലി സന്തോഷമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദേ വിൽ അഡ്വക്കേറ്റ് ഡൈവോഴ്സ്. പക്ഷേ ക്രിസ്ത്യൻ മാരേജിൽ ഒരിക്കലും അങ്ങനെ വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മാരേജ് പ്രൈമർലി സ്പിരിച്വൽ ഫെലോഷിപ്പ്. ഈ സ്പിരിച്വൽ ഫെലോഷിപ്പിനകത്ത്
യേശുക്രിസ്തുവിന്റെ സ്വഭാവം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിശുദ്ധമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹോളി ഇൻസ്റ്റിറ്റ്യൂഷൻ, സംതിങ് ദാറ്റ് ഗോഡ് ഹാസ് മെയ്ഡ് ഹോൾ. അപ്പൊ ആ സ്പിരിച്വൽ ആയിട്ടുള്ള ആ എന്താ പറയുന്നത്, ആ ഒരു പർപ്പസ്, ദൈവത്തിന്റെ പർപ്പസ്, ഓരോരുത്തരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഞാൻ എന്തിനു വിവാഹം കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുടങ്ങിയത് ശാരീരികമായ കാര്യം പറഞ്ഞുകൊണ്ടാണെങ്കിലും അതിന്റെ പ്രയോറിറ്റി ഏറ്റവും നമ്മളെങ്ങനെയാണല്ലോ പ്രസംഗിക്കുമ്പോൾ അവസാനമുണ്ടോ വലിയ പോയിന്റ് പറയും, അതുപോലെ അങ്ങനെയാണ് അവസാനം, അങ്ങനെ അല്ലെ, അവസാനം എല്ലാം കൂടെ ഒന്ന് കൂട്ടപ്പൊരിച്ച് നടത്തിയാണല്ലോ പ്രസംഗം തീരുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രൈമറി നമ്മൾ ചിന്തിക്കുന്നത് സ്പിരിച്വലി കോമ്പാറ്റബിൾ ആണോ, ഇമോഷണലി കോമ്പാറ്റബിൾ ആണോ, എൻ്റെ ഉള്ളിൽ ഇമോഷണലി ഈ ആള് എനിക്ക് ഫിറ്റ് ആണോ. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പിരിച്വൽ കോമ്പാറ്റബിലിറ്റിയാണ്. കാരണം ക്രിസ്ത്യൻ മാരേജ് ഈസ് പ്രൈമറിലി എ സ്പിരിച്വൽ യൂണിയൻ. സ്ത്രീയുടെ തല പുരുഷനും, പുരുഷന്റെ തല ക്രിസ്തുവും, ക്രിസ്തുവിന്റെ തല ദൈവവുമാണ്. അപ്പൊ ഈ എല്ലാം ആത്മീകമായിട്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന എല്ലാ റിലേഷൻഷിപ്പും. അപ്പൊ ദൈവം നമുക്ക് തന്നിട്ടുള്ള അഗപ്പെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ്, ഒരു മീൻസ് ആയിട്ടാണ് വിവാഹത്തെ നമ്മൾ കാണുന്നത്. അപ്പൊ അഗപ്പെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പൊ എന്നോട് എങ്ങനെ പെരുമാറുന്നുള്ളതിനപ്പുറത്ത് ഞാൻ ആ സ്നേഹം കണ്ടെത്തണം. എനിക്കിത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാതെ ഈ ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്ന സ്നേഹം എന്നിൽ നിന്ന് പോകണം. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. കാരണം ഞാനാണ് ഈ മീൻസ് ഓഫ് ഗ്രേസ്, അതായത് എന്നിലൂടെയാണ് ഈ കൃപ വരേണ്ടത്. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏത് സാഹചര്യത്തിലും ക്രിസ്തു അനുഭവിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുകൊണ്ട് വരികയില്ല. സോ പ്രൈമറിലി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ക്രൈസ്റ്റ് വുഡ് ബിഹേവ് ഇഫ് ഹി വെയർ ഇൻ മൈ പ്ലേസ്. അതാണ് ശരിക്കും സ്പിരിച്വൽ പർപ്പസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കർത്താവ് പറഞ്ഞ എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. കാരണം അന്ന് അവന് ഈ ദൈവം കൊടുത്ത സ്നേഹം പങ്കുവയ്ക്കാൻ ആരുമില്ല. ബാക്കി എല്ലാ മൃഗങ്ങൾക്കും ഇണകളുണ്ടായിരുന്നു. എന്നാൽ ഈ മാനസികമായ ഒരു പങ്കുവയ്ക്കൽ, ഇമോഷണൽ ബോണ്ടിങ് നടക്കുന്നില്ല. ദാറ്റ് വാസ് ഓൾസോ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. അപ്പൊ അതിനുവേണ്ടി തക്കതായ, അതായത് ഇമോഷൻസ് സ്വീകരിക്കാനും പങ്കുവയ്ക്കാനും തിരിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു പാർട്ട്ണർ ആദവന് ആവശ്യമായിരുന്നു. കാരണം ആ ഇമോഷണൽ നീഡ് ആൻഡ് ഫിസിക്കൽ നീഡ് ഇത് ഫുൾഫിൽ ചെയ്യപ്പെടാൻ ഒരു പാർട്ട്ണറെ ആവശ്യമായിരുന്നു. സോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അത് ശരിയാവുകയില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ആദം തന്നെയുമല്ല ആദം വീണു പോകേണ്ടതും ആവശ്യമായിരുന്നു. എങ്കിലേ ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കുന്ന ഒരു പാപം ക്ഷമിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഒരു റെവലേഷൻ ഉണ്ടാകുമായിരുന്നുള്ളൂ. അപ്പോ ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും, ആദം കല്യാണം കഴിക്കാതെ ഹവ്വായി ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പഴമൊന്നും പറിച്ച് ജീവിച്ചതിനെ ചിന്തിച്ചായിരുന്നു. ദൈവം നോക്കിയപ്പോൾ ഈ ആദം പഴം പറിച്ച് തിന്നാതെ ജീവിക്കുന്നതിനേക്കാളും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആദവും ഹവ്വയും കല്യാണം കഴിച്ച് പഴം പറിച്ച് തിന്ന് അവർ വീണ് പോയിട്ട് ഈ രീതിയിൽ രക്ഷപ്പെട്ട് വരുന്നതാണ് ദൈവം നോക്കിയപ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോ അൾട്ടിമേറ്റ്ലി മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദൈവം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ബാക്കി തന്നെയാണ്. അപ്പൊ ദൈവത്തിന് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഒരു ഇണയില്ലാതെ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുക, അവന്റെ രാജ്യമഹത്വം അന്വേഷിക്കുകയും വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലെന്ന് ഒരാൾക്ക് തോന്നുകയും ചെയ്താൽ അത് ശരിയാണ്. തോന്നുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് വരരുത്. കാരണം ടു ലിവ് ആസ് എ സെലിബേറ്റ് ഇറ്റ് റിക്വയർസ് സോ മച്ച് ഓഫ് പേഷ്യൻസ്, സോ മച്ച് ഓഫ് സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ. അത് ദൈവം വരം നൽകിയിട്ടുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ദൈവം ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നല്ലതല്ല എന്ന് പറഞ്ഞാൽ പോലും കർത്താവ് ചില ആൾക്കാരെ കല്യാണം കഴിക്കാതെ സെർവ് ചെയ്യാൻ വിളിക്കാറുണ്ട്. അത് പൗലോസാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ശുശ്രൂഷിക്കുന്നവർ നിങ്ങളും ആവുകയാണെങ്കിൽ നല്ലത്. കർത്താവ് പറഞ്ഞിട്ട് സ്വർഗ്ഗരാജ്യത്തെ പ്രതി ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. അതായത് ഇഫ് എ പേഴ്സൺ ചൂസസ് നോട്ട് ടു മാരി, പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ എനിക്ക് അങ്ങനെ തോന്നിയാൽ പോരാ, ഇയാൾക്ക് അതിനുള്ള കൃപയുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് കൂടെ തോന്നുന്നു. അല്ലെങ്കിൽ ഇത് നാട്ടുകാർക്കെല്ലാം ഒരു പ്രശ്നമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ വിവാഹം കഴിക്കാതെ ജീവിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ
ആ ചർച്ചിലെ എൽഡേഴ്സുമായിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും ആ എൽഡേഴ്സിന്റെ ഗൈഡൻസ് കൂടെ സ്വീകരിക്കുകയും ദൈവത്തിന്റെ ഒരു ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതാണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അതുകൊണ്ട് ഇതിന്റെ കൂടെ വേണമല്ലോ. ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ലെങ്കിലും പുതിയ നിയമത്തിന്റെ ഒരു പ്രത്യേകത ക്രിസ്തുവിന്റെ അധിവാസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഇമോഷണൽ സ്പിരിച്വൽ നീഡിനെയും കവർ ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ എല്ലാവരുടെയും ക്രിസ്തു അനുഭവം ഒരുപോലെ അല്ല. ചില ആൾക്കാർക്ക് കർത്താവ് എന്നൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കർത്താവ് ഇരിക്കുന്നത് പോലെ, എന്നോടൊരു ആക്ച്വൽ കോൺവെർസേഷനിൽ ഇടപെടുന്ന പോലെ, അല്ലെ എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് വിച്ച് ഈസ് ബിയോണ്ട് അവർ ഓർഡിനറി ലെവൽ ഓഫ് തിങ്കിങ്. അപ്പൊ അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹം, ആനന്ദം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും. അപ്പം ദാറ്റ്സ് എ റെയർ തിങ്, വെരി റെയർ തിങ്. അപ്പൊ അങ്ങനെ കർത്താവിൽ തന്നെ സകല ആനന്ദവും, അതായത് ഇമോഷണൽ നീഡ് ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഫുൾഫിൽ ആകുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഒരു വ്യക്തിയുടെ കോംപ്ലിമെന്റ്, ഒരു കോംപ്ലിമെന്ററി പേഴ്സൺ ഒരു പക്ഷെ ആവശ്യമില്ലാതെ വരാം. ദാറ്റ്സ് എ റെയർ കേസ്. ഇഫ് യു ആർ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ഇൻ ക്രൈസ്റ്റ്, നത്തിങ് എൽസ് യു റിക്വയർ. അത്രയും ഡീപ്പ് ആൻഡ് ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷൻ കർത്താവിനോട് ഉണ്ടാവുകയാണെങ്കിൽ, എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കർത്താവിനോട് പറയുന്നത്, കർത്താവ് കല്യാണം കഴിക്കുന്നില്ല, ഈ ഇങ്ങനെയുള്ള 2-3 ബ്രദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കത്തോലിക്കരൊക്കെ തുടങ്ങിയ പോലെ കോൺവെന്റ് ആശ്രമം ഒക്കെ തുടങ്ങി സുവിശേഷയിൽ ചേർന്ന് നടക്കാം. 1-2 വർഷം അങ്ങനെ പോയി. കർത്താവ് മര്യാദ കല്യാണം കഴിക്കാൻ പറഞ്ഞു, കല്യാണം കഴിച്ചു, വേറൊന്നും ചോദിച്ചില്ല, അത്രേ ഉള്ളൂ. സോ അത് ഇറ്റ്സ് ഓക്കെ ടു ഹാവ് സച്ച് എ ലൈഫ്. അത് പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചുമ്മാ അങ്ങ് തീരുമാനം എടുത്ത് കല്യാണം ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് പറ്റിയ ആളല്ല, അങ്ങനൊന്നും ചിന്തിച്ചൊന്നും കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശക്തിയാലല്ല, ഇത് ദൈവത്തിന്റെ ശക്തിയാലാണ് നടക്കുന്നത്. സപ്പോസ് യു ഡോണ്ട് ഫീൽ എനി ഇമോഷണൽ നീഡ് സ്പിരിച്വലി or emotionally, you don't feel a person to compliment you. വയസ്സായി, 60 വയസ്സായി, 65 വയസ്സായി, രോഗമായി, രാവിലെ ഒരു ചായ ഇട്ട് തരാൻ വയ്യ, എന്നിട്ട് ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അങ്ങനെ ഇറ്റ്സ് എ ലോങ് ലൈഫ്. മാരിറ്റൽ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് സം പ്ലഷർ ഇൻ ദ യങ്ങർ ഡേയ്സ്. ജീവിതാന്ത്യം വരെയും ഒറ്റയ്ക്ക് ഇരിക്കാം, ജീവിതാന്ത്യം വരെയും എനിക്ക് അങ്ങനെ ഒരു നീഡ് വരില്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് നീഡഡ്, God will find a way എന്ന്. അതൊക്കെ ഒരു പ്രത്യേകമായ ഗ്രേസ് ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിലാണ്. ഇന്ന് പല ആൾക്കാരും കല്യാണം വേണ്ട തീരുമാനിക്കാൻ കാരണം അപ്പനും അമ്മയും വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടും, വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ ശരിയല്ലാന്ന് തോന്നുന്നുണ്ട്, ഞാൻ നമ്മൾ ആരും മതിയായവരല്ല. ബേസിക്കലി നൺ ഓഫ് us ആർ ഫിറ്റ്. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ അങ്ങനെ അതൊന്നും ഒരു സ്പിരിച്വൽ റീസൺ അല്ല വിവാഹം കഴിക്കാതിരിക്കാൻ. A spiritual reason is that slowly we discover we only need Christ. ഒരു വ്യക്തി വിവാഹ ജീവിതത്തിനായി തയ്യാറെടുക്കാൻ ആവശ്യമായ പക്വതയിൽ എത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയും? ഇതൊരു ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. ചില ആൾക്കാരോട് നമ്മൾ പറയാം, എത്ര പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം അവൻ്റെയൊക്കെ പോക്ക് ശരിയല്ലാന്ന് കാണുന്നുണ്ട്, അല്ലെ? പല ആൾക്കാരും അവനെ കല്യാണം കഴിപ്പിച്ചാൽ ശരിയാവുള്ളൂ എന്ന് വിചാരിക്കുന്നതിന് കാരണം ഈ സൈഡ് ട്രാക്ക് ഗോയിങ് ഓൺ അനദർ ട്രാക്ക്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ ഒരു പെണ്ണിനെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ നന്നാവുന്നതാണ്. ഞാനൊരു കാര്യം പറയും, പെണ്ണ് കെട്ടി നന്നായ ആൾക്കാർ ലോകത്തൊരിടത്തും ഇല്ല. പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് നന്നാവാത്തവൻ പെണ്ണ് കെട്ടിയാലും നന്നാവില്ല. ഇത് നമ്മുടെ ഇടയിലുള്ള ഒരു വലിയൊരു മിസ്കൺസെപ്ഷനാണ്. ഈ പേഴ്സണാലിറ്റിയെ മാറ്റിയെടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഒരു പെൺകുട്ടിയെ കൊണ്ടും പറ്റില്ല, ഒരാളുടെയും അല്ല ഒരു ആൺകുട്ടിയെ കൊണ്ടും പറ്റില്ല ഒരാളുടെയും പേഴ്സണാലിറ്റിയെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിവാഹ ജീവിതത്തിന്റെ പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗികമായ വളർച്ച മാത്രമല്ല, ഒരു സ്പിരിച്വൽ പക്വതയുണ്ട്. സ്പിരിച്വൽ പക്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, ഇപ്പൊ പുരുഷന്മാരുടെ സ്ഥിതി പറയുകയാണെങ്കിൽ, ഞാൻ ആരെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് ആ ആളെ ക്രിസ്തുവിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ, ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്റെ ഭവനത്തിൽ കൊടുക്കുവാൻ, യേശു ക്രിസ്തുവിൻ എന്ന ഇടുക്ക് വഴിയിലേക്ക് ഒരാളെ കൊണ്ടുപോകുവാൻ,
എനിക്ക് ദൈവം അതിനുള്ള കൃപ തന്നിട്ടുണ്ട്. ദാറ്റ്സ് എ സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ ഓഫ് മാരേജ്. അപ്പൊ സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ ഓഫ് മാരേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏത് ക്യാരക്ടർ പ്രകൃതമുള്ള വിവാഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആയ എൻവയോൺമെന്റിൽ വരുന്ന ആൾക്കാരാണ്. അപ്പം എന്റെ കൂടെ വരുന്ന ആൾ ആരായാലും ഐ വിൽ ഷോ ദാറ്റ് പേഴ്സൺ ദ വേ ടു ക്രൈസ്റ്റ്. അതിനുള്ള മെച്യൂരിറ്റി, ഒരു എൽഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് കൊടുക്കാനുള്ള, ഒരു കുടുംബത്തിന് ലീഡർഷിപ്പ് കൊടുക്കാനുള്ള മെച്യൂരിറ്റി ആകുമ്പോഴാണ് ഒരാൾ വിവാഹം കഴിക്കുന്നത്. അത് സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി വേറെ മെച്യൂരിറ്റി ഒന്നും വലിയ കാര്യമില്ല. കാരണം ഈ ഇമോഷൻസ് എന്ന് പറയുന്നത്, ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. അത് 20-ാം വയസ്സുള്ള ടെമ്പറാമെന്റ് തന്നെയായിരിക്കും 50-ാം വയസ്സുള്ള ടെമ്പറാമെന്റ്. പിന്നെ പ്രായമായി ബുദ്ധി ഓർമ്മയൊക്കെ പോയാൽ കുറച്ച് മാറ്റം വരും എന്നുള്ളതല്ലാതെ ഈ ഹ്യൂമൻ ടെമ്പറാമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ഇമോഷണലി ഒരാൾ മെച്യൂർ ആവുക എന്ന് പറയുന്നത് ആ നാച്ചുറൽ ഗ്രോത്തിന്റെ ഭാഗമായി വരുന്ന മെച്യൂരിറ്റി ഉള്ളൂ. സോ അതിനൊരു ക്രൈറ്റീരിയൻ ഒക്കെ വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഏജ് പറയുകയാണെങ്കിൽ ഐ വുഡ് പ്രിഫർ men and women should marry around 20 to 25, 26 years of age. That's എന്നെ സംബന്ധിച്ച് അതാണ് ഐഡിയൽ ആയിട്ട് തോന്നുന്നത്. കാരണം 28 ആയാലും 29 ആയാലും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇറ്റ്സ് ബെറ്റർ ടു മാരി not very early, but around when you settle down in life, at least when you decide what you have to do with your life. അതായത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് എനിക്കുണ്ടെങ്കിൽ ഒരു തീരുമാനം ഉണ്ടായ ശേഷമേ വിവാഹം കഴിക്കുന്നത് നല്ലത്. സപ്പോസ് ഐ ബിക്കം എ മിഷണറി ആയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് വിവാഹം കഴിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ കെട്ടിയാൽ മതി. അല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി എങ്ങനെയായിരിക്കും മുമ്പോട്ട് നയിക്കുന്ന ഒരു ബോധ്യമുണ്ടായി. അപ്പൊ അതുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അന്വേഷിക്കുന്നത്. ഇപ്പം മിഷണറി ലൈഫ് എന്ന് പറയുന്നത് തന്നെ പേടിയായ ഒരാളെ കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യും? ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ മറ്റേ ആൾ കിടന്ന് കരയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. സോ അതിനെ വേണമെങ്കിൽ നമുക്കൊരു മെച്യൂരിറ്റി എന്ന് പറയാം. അതായത് ചിലപ്പോൾ അത് കുറെ പ്രായം കഴിഞ്ഞായിരിക്കും വരുന്നത്, ചിലപ്പോൾ നേരത്തെ വരുമായിരിക്കാം. ബട്ട് വെനെവർ യു ബിഗിൻ ടു നോ വാട്ട് യു ആർ ഗോയിങ് ടു ഡു വിത്ത് യുവർ ലൈഫ്, അതിനുശേഷമേ ഒരു ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. നെവർ തിങ്ക് ദാറ്റ് എ പേഴ്സൺ വിൽ കം അലോങ് യുവർ വേ. ഒരിക്കലുമില്ല. അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കരുത്, വരാതിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു മെച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇതെങ്ങനെ അറിയാം എന്നുള്ളൊരു ചോദ്യം പിന്നെ കിടക്കും. ഇതൊക്കെ വന്നു കാണും ചിലപ്പോൾ എങ്ങനെ അറിയാം, ഇതെങ്ങനെ അറിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും പ്രിയ സഹോദരങ്ങളെ, സഭ തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും അവരുടെ വീടിനേക്കാളും പ്രധാനമാണ്, കുടുംബത്തെക്കാളും പ്രധാനമാണ് സഭയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു സഭയുടെ കാര്യമല്ല ഞാൻ പറയാം. ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് തരാൻ മെച്യൂരിറ്റി ഉള്ള എൽഡർമാരുള്ള സഭ. ഇപ്പൊ ഇന്നത്തെ സഭകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പാസ്റ്റർ സെൻട്രിക് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പാസ്റ്റർ സെൻട്രിക്കും അല്ല, പാസ്റ്ററിന് കിട്ടുന്ന ദശാംശം സെൻട്രിക്കാണ് ഓരോ ചർച്ചകളും. അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ദശാംശം കൊടുക്കുന്ന പേരൻസ് ആണ്, കാശുള്ളവരാണ്. So the world view of the church is not Christ-centric, it's world-centric. കാരണം പേരൻസ് സെൻട്രിക് ആണ്. അതുപോലെ തന്നെ പേരൻസിന് ഇഷ്ടമുള്ളതാണ് പാസ്റ്ററിന് ചിന്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ ചർച്ച അഭിവൃദ്ധിപ്പെടാനാണ് ഏത് പാസ്റ്റർ ആഗ്രഹിക്കുന്നത്. ഒരു പാസ്റ്റർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ പാസ്റ്റർ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? അവിടെ ഒരു ചർച്ച പണിയുമ്പോൾ ഓൾറെഡി ചർച്ച ഉണ്ടെങ്കിൽ അതിന്റെ ബാൽക്കണി പണിയും, അല്ലെ പാഴ്സനേജ് പണി മുഴുവൻ പണിയാണ്. അപ്പൊ അവരുടെ വേൾഡ് വ്യൂ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള അനേകം ചർച്ചകളുണ്ട്. പക്ഷെ അവിടെ അതാണ് നമുക്കൊരു വലിയ പ്രശ്നം. വി നീഡ് എൽഡേഴ്സ് ഇൻ എ ചർച്ച് ഹു ക്യാൻ മെന്റർ യങ്സ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഓരോരുത്തരെയും വളർത്തിയെടുക്കാൻ പറ്റുന്ന എൽഡർഷിപ്പ് ഓരോ ചർച്ചിലും ഉണ്ടാകണം. അങ്ങനെയുള്ള ചർച്ചിൽ മാത്രമേ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് മെച്യൂരിറ്റി ആയോ ഇല്ലയോ, ഞാൻ വിവാഹം കഴിക്കാൻ എന്നതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ ഒക്കെ പോയി അഡ്രസ് ചെയ്യാൻ പറ്റിയ ഒരു എൽഡർഷിപ്പ് ഒരു ചർച്ചിന് ഉണ്ടാകണം. അപ്പൊ ചർച്ച് ഹെൽത്തി അല്ലെങ്കിൽ ഈ പരിപാടികൾ ഒന്നും നടക്കത്തില്ല. ചർച്ചിൽ എപ്പോൾ ചെന്നാലും നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം എന്നുള്ള പ്രസംഗം കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ നെവർ നോ ദ വിൽ ഓഫ് ഗോഡ്. യു വിൽ നെവർ നോ ഹൗ ക്രൈസ്റ്റ് വുഡ് ലിവ്. യു വിൽ നെവർ ഹാവ് എനി ഐഡിയ അബൌട്ട് ക്രിസ്ത്യാനിറ്റി. ഓക്കെ, അടുത്ത വിവാഹത്തിന് മുമ്പുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ വീക്ഷണം എന്തായിരിക്കും? It's going to be an explosive answer. ഈ പ്രണയത്തിൽ വീഴാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്.
അറ്റ്ലീസ്റ്റ് ഒരു വൺ വേ പ്രേമമെങ്കിലും ഉണ്ടാകാത്ത ഒരു മനുഷ്യനും ഈ ലോകത്ത് കാണില്ല. പിന്നെ ആ പ്രണയം വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആദ്യം നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് പോയി ഓരോ ബന്ധങ്ങളിൽ പോയി ചാടിയാൽ ശലോമോന് പറ്റിയ അവസ്ഥ ഉണ്ടാവും. അപ്പൊ പ്രണയം തോന്നുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോർമോണൽ തിങ് ദാറ്റ് ഹാപ്പൻസ് നാച്ചുറലി വെൻ എ പേഴ്സൺ കംസ് ഓഫ് ഏജ്. അപ്പൊ അതുകൊണ്ട് പ്രണയം തോന്നരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യം അല്ലാത്തതുകൊണ്ട് വി ഡോണ്ട് നോ. പക്ഷെ വി നീഡ് ടു ബി വൈസ്. വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിസ്ഡം? ആ വിസ്ഡം സൂചിപ്പിക്കുന്നത് എന്റെ കോളിങ്ങുമായിട്ട്, അവിടെ അത് കണ്ടുപിടിക്കാനൊക്കെ വലിയ പാടാണ്. കാരണം ഇപ്പൊ പ്രേമത്തിലിരിക്കുമ്പോൾ നീ എന്റെ കൂടെ മരിക്കാൻ തയ്യാറാണെന്ന് വെച്ചാൽ ഇപ്പം മരിക്കാൻ എങ്ങനെ മരിക്കണ്ടെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും കോമ്പാറ്റിബിലിറ്റി മനസ്സിലാകുന്നില്ല. കോമ്പാറ്റിബിലിറ്റി മനസ്സിലാകണമെങ്കിൽ അവിടെയും നമ്മൾ സ്പിരിച്വൽ മെച്യൂരിറ്റി കാണിക്കണം. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രണയത്തിൽ ഇരിക്കാൻ പാടില്ല, പ്രണയിച്ച് നടക്കാൻ പാടില്ല. പ്രണയത്തിൽ ഇരിക്കുന്ന ആളുടെ ചിന്തകൾ മുഴുവൻ ആ പ്രണയത്തെ കുറിച്ചായിരിക്കും. നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് ദൈവം കൺഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഗോ ആൻഡ് ടോക്ക് ടു ദ എൽഡേഴ്സ് അഗെയിൻ. പ്രണയിച്ച് ഐസ്ക്രീം കഴിച്ച് റോട്ടിൽ കൂടെ നടക്കരുത്. തന്നെയുമല്ല, നിങ്ങളുടെ പ്രഷ്യസ് സമയം ഈ വിധ ചിന്തകൾ അവളെ എങ്ങനെ പ്രസാദിപ്പിക്കും, അവനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഈ പ്രണയത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് പലപ്പോഴും മരണത്തിന് തുല്യമാണെന്ന് വേദോസം പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് യു ഷുഡ് നോട്ട് ഫീൽ അട്രാക്റ്റഡ്, ബട്ട് യു ഷുഡ് നോട്ട് ഫർദർ എൻഹാൻസ് ഇറ്റ് ഓർ ഫർദർ ഗ്രോ ഇറ്റ് അപ്പ്. അതിന്റെ കാരണം നമ്മൾ അങ്ങനെ പ്രണയം എന്ന ഇമോഷൻസിനകത്ത് പെട്ട് കഴിഞ്ഞാൽ അവർ സ്പിരിച്വാലിറ്റി വിൽ സഫർ. അപ്പൊ കോമ്പാറ്റിബിലിറ്റി എന്നുള്ളൊരു വിഷയമുണ്ട് ഇതിനകത്ത്. ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ്, ചർച്ചിന്റെ എൽഡേഴ്സ്, ഇവരെല്ലാം എഗ്രി ചെയ്യുന്ന വിവാഹമാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് എപ്പോഴും നടക്കണമെന്നില്ല. പേരൻസിനും ചർച്ചും എല്ലാം അറിഞ്ഞുള്ള അറേഞ്ച് ചെയ്ത് എല്ലാവരും കൂടെ അറേഞ്ച് ചെയ്യുന്ന മാരേജ് ഈസ് ഗുഡ്. ബട്ട് ഒരു ശിഷ്യനെ സംബന്ധിച്ച് അത് നടക്കണമെന്ന് നിർബന്ധമില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പേരൻസിന്റെ സ്വപ്നവും കോളിങ്ങും ആയിരിക്കില്ല നിങ്ങളുടെ സ്വപ്നവും കോളിങ്ങും. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്ക് കുറെ പ്രൊപ്പോസൽസ് ഒക്കെ വന്നായിരുന്നു. ഈ പ്രൊപ്പോസൽസ് എല്ലാം ലോക സംബന്ധമായ ഒരു സ്വപ്നത്തിന്റെ ഒരു ഡയമെൻഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്നോട് വിവാഹം കഴിക്കാൻ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നത്, അവർ നോക്കുന്നത് എഡ്യൂക്കേഷൻ, അവർ നോക്കുന്നത് അമേരിക്കയിൽ പോകാനുള്ള സാധ്യത. അപ്പൊ എനിക്ക് കൊണ്ടുവന്ന ഒരു ആലോചന ഇങ്ങനെയായിരുന്നു, അമേരിക്കയിൽ സിറ്റിസൺ ആണ്, അപ്പം ഞാൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് കാണിച്ചു തരുന്നത്. അപ്പോ പേരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന് സന്തോഷമാവൂ? അയ്യോ, എന്തൊരു സന്തോഷമായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഈ പെന്തക്കോസ്റ്റില് ഈ പ്രണയ വിവാഹങ്ങൾക്കെല്ലാം എല്ലാവരും എതിരാണെങ്കിലും സൂക്ഷിച്ച് പ്രേമിച്ച എല്ലാവർക്കും ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ പ്രേമിക്കുമ്പം പുളിങ്കൊമ്പ് നോക്കി വല്ല അമേരിക്കയിലോട്ട് കടക്കാനുള്ള വഴിയുണ്ട്, ഉള്ള ആളെ നോക്കി പ്രേമിച്ചാൽ എല്ലാവർക്കും സന്തോഷമാണ്. അത് ദൈവഹിതമാണ് അവിടെ അങ്ങനെ കണ്ടുമുട്ടി, ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു പറയും. പക്ഷെ ഗതികേടിൽ ഇരിക്കുന്നവനാണെങ്കിൽ മിഷണറി വേല ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വാസാൽ ജീവിക്കുന്നവനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രണയം പാവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അൾട്ടിമേറ്റ്ലി മണി ഈസ് ഡ്രൈവിങ് എവരിതിങ്. നിങ്ങൾക്ക് ഒരു ഉത്തരം ഇതുവരെ കിട്ടിയില്ലല്ലേ ഇതിനെക്കുറിച്ച്? ഞാൻ വിശ്വസിക്കുന്നത് വിവാഹത്തിൽ പരസ്പരം ഏൽപ്പിക്കപ്പെടുന്നത് വരെ ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ ശരീരത്തിലോ മനസ്സിലോ വേറൊരാൾക്ക് അധികാരമില്ല എന്നാണ്. Until you are married, you don't have a right on her or his body or mind. അത് ഹിന്ദുക്കൾ അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്.
അത് തന്നെ ബൈബിൾ പറയുന്നത്. പക്ഷെ ഹിന്ദുയിസത്തിനകത്ത് അതൊരു ആശ്രമ വ്യവസ്ഥയായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ ഞാനത് പറയാം. ഹിന്ദു ലൈഫിൽ ഒരു 4ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും ആദ്യത്തേത് ബ്രഹ്മചര്യമാണ്. Until the day you marry, you have to be a brahmachari. Brahmachari means seeking God and moving in God. ആ കൈ ഏൽപ്പിച്ച് തരുന്ന വരെ you have no right on another person's life or thinking or body or anything, because you don't belong to one another. Okay, now it is clear, right? വിവാഹം കഴിച്ച ശേഷമേ ഉള്ളൂ ഇയാൾ എന്റേതാണ് അല്ലെങ്കിൽ എന്ന് പറയാനുള്ള റൈറ്റ്. അണ്ടിൽ ദെൻ ദർ ഇസ് നോ റൈറ്റ്. അതുകൊണ്ടാണ് പഞ്ചാര അടിച്ച് നടക്കുന്ന തെറ്റാണ് ഞാൻ വിശ്വസിക്കുന്നത്. Okay, any proposal, any ishtam or any pranayam, you have to discuss with spiritual elders who can counsel you accordingly. It can be your parents. പക്ഷെ പേരൻസിന്റെ പ്രശ്നം ഈ മക്കൾ കഷ്ടപ്പെടരുന്ന അവരുടെ ആഗ്രഹം, അല്ലാതെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നല്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പം അത് തന്നെയായിരിക്കും പാസ്റ്റർമാരുടെ ആഗ്രഹം. അതുകൊണ്ടൊരു ദൈവികമായ ഗൈഡൻസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതെല്ലാം നേരെ ചൊവ്വെ നടക്കണമെങ്കിൽ യു നീഡ് എ ക്രൈസ്റ്റ് ബേസ്ഡ് ചർച്ച് ആൻഡ് എ ക്രൈസ്റ്റ് ബേസ്ഡ് ഫാമിലി. അങ്ങനെ വരുമ്പോൾ അതിന്റെ കറക്റ്റ് ഉദ്ദേശത്തിലേക്ക് ആ വിവാഹത്തെ എത്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അത് അത്രയും പറഞ്ഞാൽ മതിയല്ലോ. എന്തെങ്കിലും സംശയം ചോദിച്ചു ഇനി ഇതിനകത്ത് വേണമെങ്കിൽ. ഓക്കെ, അടുത്തത്. ഒരു ക്രിസ്ത്യാനി അക്രൈസ്തവനെ ഡേറ്റ് ചെയ്യുന്ന വിഷയം തന്നെ വിട്ടേക്ക്. അത് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. ക്രിസ്ത്യാനിയെ വേണ്ട, അക്രൈസ്തവനെ വേണ്ട. ഓക്കെ, ശരിയാണ്. വിവാഹശേഷം എന്റെ അവിശ്വാസിയെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ എനിക്ക് കഴിയില്ല. കർത്താവ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് നിങ്ങൾ വിചാരിച്ച് നടത്താൻ പോകുന്നത്. ഈ സുവിശേഷം കേട്ടിട്ടും ബൈബിള് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകാത്ത ആള് ഇനി നിങ്ങൾ വിവാഹം കഴിച്ച് എന്നിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കി ആഹാരം കഴിക്കാതെ പിണങ്ങിയിരിക്കും. അവൻ ചിന്തിക്കും, ഓ കർത്താവ് എത്ര വലിയവനാണ്. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാം എന്താ സംഭവിക്കുന്നത്? കല്യാണം കഴിച്ചെന്ന് കഴിയുമ്പോൾ എപ്പോഴും സ്നേഹമായിരിക്കത്തില്ല. കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇവർ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് നീ വലിയ വിശ്വാസിയല്ലേ, എവിടെ നിന്റെ വിശ്വാസം എന്നായിരിക്കും. രണ്ട് തല്ല് തന്നിട്ട് കുറെ കഴിയുമ്പോൾ ആളുകൾ ചോദിക്കും, നീ കർത്താവായ യേശുവിന്റെ ആളല്ലേ, നീ എന്താ ക്ഷമിക്കാത്ത, മറ്റേ കാരണം കാണിച്ചു തരാത്തെന്ന് ചോദിക്കും. യുവർ ഫെയ്ത്ത് വിൽ ഓൾവേസ് ബി എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഇഫ് യു ആർ മാരിയിങ് ആൻ അൺബിലീവർ. തന്നെയല്ല, ഇയാള് ദൈവം തെരഞ്ഞെടുത്ത് രക്ഷയിലോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമ്മൾ അവനെ തെരഞ്ഞെടുക്കുന്നതല്ല, അവൻ നമ്മളെ തെരഞ്ഞെടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും ഈ മനുഷ്യൻ? നമുക്കറിയാം, ഈ നമ്മുടെ സഭയിൽ തന്നെ എത്രയോ സഹോദരിമാര്, ഭർത്താക്കന്മാർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പ്രാർത്ഥിക്കാറായിട്ടില്ല, ഭാര്യമാര് രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഭർത്താക്കന്മാര് സഫർ ചെയ്യുന്ന എത്ര കുടുംബങ്ങളുണ്ട്, എത്ര വർഷങ്ങളായിട്ട് സഫർ ചെയ്യുന്നു. കർത്താവ് വിചാരിച്ചായിട്ടും രക്ഷിക്കാത്തെന്ന് ഞാൻ ആ ഒരു ഭംഗ്യന്തരേണ പറഞ്ഞതേ ഉള്ളൂ. ഒരു മനുഷ്യന് വേറൊരാളെ രക്ഷിക്കുവാൻ സാധിക്കില്ല. എനിക്ക് നിങ്ങളെ ആരും രക്ഷിക്കാൻ സാധിക്കില്ല. എത്ര പ്രസംഗിച്ചാലും ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു കുടുംബത്തിനകത്ത് സാക്ഷി വഹിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ആരുടെ കുറ്റങ്ങൾ ഏറ്റവും നല്ലത് അറിയാവുന്നത്? ഇപ്പൊ ഇവിടെ അവസാനം കല്യാണം കഴിച്ചു വന്ന നിഖിലും ഷാരോനും അതുപോലെ സുന്ദറും ആൽഫറ്റും 2 കപ്പിൾസ് ആണ് നമ്മുടെ തരത്തിൽ അവസാനം കല്യാണം കഴിഞ്ഞു, അല്ലെ? കഴിഞ്ഞ ഒരു വർഷം നടന്ന കല്യാണങ്ങളുടെ ആദ്യത്തെ കല്യാണമായിരുന്നു ഗണേഷിന്റെയും സിനിന്റെയും കല്യാണം. ഈ ഗണേഷിന്റെ കുഴപ്പങ്ങളൊന്നും നമുക്കറിയത്തില്ല, അതറിയാവുന്ന സിനുവിനാണ്. നമ്മൾ ഭയങ്കര ഡീസന്റ് പുള്ളി എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ശരിക്കും അങ്ങനെ ആണോ എന്ന് സിനുവിനെ അറിയത്തുള്ളൂ. അപ്പൊ ഇവര് തമ്മിലാണ്, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇത് കണ്ടുപിടിക്കുന്നത്. ഇതിനകത്തെ പ്രശ്നങ്ങൾ എന്താ, ഇയാളുടെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ എന്താ എല്ലാം കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അയാളുടെ വിശ്വാസം എനിക്ക് മതി എന്നൊന്നും തോന്നുകയില്ല, വഴക്കായിരിക്കും. വിശ്വാസിയാന്ന് പറഞ്ഞ് നടക്കുന്നു. എന്തിയാ നിങ്ങളുടെ ബൈബിള് ചോദിക്കും, ഇല്ലേ? ചോദിക്കില്ലേ ഒരു വഴക്കുണ്ടാകുമ്പോ? So there is no question of a believer marrying an unbeliever. നമ്മുടെ ചർച്ചില്, എറണാകുളത്തെ ചർച്ചില് ഒരു കല്യാണാലോചന വന്നു.
കല്യാണത്തിന് വന്നപ്പം അവര് കല്യാണ ചെറുക്കൻ ഒരു പങ്കു ബ്രദറിന്റെ ചർച്ചിൽ അംഗമാണ്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ചർച്ചിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, ചർച്ചിൽ ആരും അറ്റൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണേൽ സ്വന്തമായിട്ട് നടത്താം. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മകളെ ഇറക്കി ഒരു അവിശ്വാസിയുടെ വീട്ടിലേക്ക്, അല്ലെ ക്രിസ്തു ഇല്ലാത്ത ഒരു സഭയിലേക്ക് പറഞ്ഞു വിട്ടാൽ അത് ചർച്ച ചെയ്യുന്ന ഒരു ദ്രോഹമാണ് ആ കുട്ടിയോട്. ഇപ്പൊ അവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ വരില്ല. ആ കല്യാണത്തെ കുറിച്ച് കൂടുതൽ പറയാൻ എന്നെ ഫോൺ ചെയ്യുകയും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിശ്വാസി നാളെ നന്നായി വരില്ലേ? ആർക്കറിയാം? ഈ കല്യാണം കഴിക്കാൻ പോകുന്നയാൾ രക്ഷിക്കപ്പെട്ടതാണോന്ന് അറിയാമോ? ഇപ്പൊ അവിശ്വാസിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ, ഇയാൾ രക്ഷിക്കപ്പെട്ടതാണോന്ന് എങ്ങനെ അറിയാം? അടുത്ത ചോദ്യം. ബൈബിൾ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? എവിടെയുണ്ടത്? ബൈബിളിൽ എവിടെയുണ്ട്? അതെ, പഴയ നിയമത്തിൽ ഒരു റെഫറൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഒരിടത്തുമില്ല. രൂത്ത് ബോസിനെ കല്യാണം കഴിച്ചത് ആരാലോചിച്ചിട്ടാണ്? രൂത്തിന്റെ അമ്മ പറഞ്ഞു വിട്ടതാ. അവിടെ ഒരു പ്രപ്പോസൽ ഒന്നുമില്ല. ഇപ്പൊ ബൈബിൾ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണങ്ങൾക്ക് അനുകൂലമല്ല, പ്രണയവിവാഹങ്ങൾക്കും അനുകൂലമല്ല. ഈ പാരമ്പര്യം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നാടുകളിൽ അറേഞ്ച്ഡ് മാരേജ് അല്ലാത്തതെല്ലാം പാപമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അറേഞ്ച്ഡ് മാരേജും പാപമാണ്, പ്രണയവിവാഹവും പാപമാണ്. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാം പാപം തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഓരോ പെൺകുട്ടിയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പുരുഷന് എന്നെ ക്രിസ്തുവിന്റെ അടുത്ത് എത്തിക്കാൻ, എന്നെ ആത്മീകമായി നയിക്കാൻ, എന്നെ കർത്താവിനെ പോലെ ആക്കാനുള്ള നേതൃത്വം തരാൻ പറ്റി എന്റെ തലയായിരിക്കാൻ പറ്റുമോ? എവ്രി വുമൺ ഷുഡ് ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. അവിശ്വാസ ഒരു തല നിങ്ങൾക്ക് വന്നുള്ള അവസ്ഥ ഉണ്ട്. അപ്പോൾ വൈസ് ഡിസിഷൻസ് എടുക്കാനും മെച്യൂർ ഡിസിഷൻസ് എടുക്കാനും ഒരാൾ ട്രെയിൻഡ് ആയിരിക്കണം. അപ്പോൾ മെച്യൂർ ഡിസിഷൻസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്, നിങ്ങളുടെ ജഡത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. ഇന്ന് പ്രണയവിവാഹങ്ങളുടെ പ്രശ്നം എന്താണ്? അത് ജഡത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. ഒരാളുടെ ചിരി ഇഷ്ടപ്പെടുന്നു, വർത്താനം ഇഷ്ടപ്പെടുന്നു, ഉടനെ നമ്മൾ ചിന്തിക്കുന്നു ഈ ആളുടെ കൂടെ ജീവിച്ചാൽ എന്റെ ജീവിതം ഭയങ്കര സുഖമായിരിക്കും. അങ്ങനൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾ അവരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം എ പേഴ്സൺ ക്യാൻ ഹൈഡ് സോ മെനി തിങ്സ്. അതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു അപ്രോച്ച് ദ എൽഡേഴ്സ് ഓഫ് ദ ചർച്ച് ഓർ യുവർ സ്പിരിച്വൽ പേരൻസ് ഫോർ കൗൺസിലിംഗ്, to understand whether it is God's will, whether there is any problem. അതിലൊരു മടിയും കാണിക്കരുത്. ഓക്കെ, അപ്പോൾ ബൈബിൾ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലം വരും. ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് അറിയാം. ബൈബിൾ പറയാൻ വിചാരിച്ചോ വീട്ടുകാർ ആലോചിച്ചുറപ്പിക്കുന്ന കല്യാണങ്ങളെ നടത്താവൂ എന്ന് പറഞ്ഞായിരുന്നെങ്കിലുള്ള പ്രോബ്ലം. ഇപ്പം ഹിന്ദു വിശ്വാസത്തിനോട് ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്നു, വീട്ടുകാർ പറയുന്നു നിന്നെ ഹിന്ദുവിലല്ലാതെ വേറൊരിടത്തും കെട്ടിക്കാൻ തയ്യാറാവുകയില്ല. ഒരു ഓർത്തഡോക്സിൽ നിന്ന് ഒരാൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു, ആരെ കെട്ടും? അപ്പൊ നമ്മൾ കല്യാണം നടത്തി കൊടുത്തിട്ട് പറയും പേരൻസ് പറയുന്ന അവിശ്വാസികളാണ്, ഓക്കെ, അതുകൊണ്ട് പേരൻസിന്റെ ശബ്ദം കേൾക്കണ്ട, അങ്ങനെ പറയില്ലേ? നിങ്ങളെന്നാ മിണ്ടാതെ? ഇപ്പൊ ഒരു ഹിന്ദു വിശ്വാസത്തോടെ ഒറ്റയ്ക്ക് ഇറങ്ങി വന്ന് ആരെ കല്യാണം കഴിക്കണം? അവര് പേരൻസ് പറയുന്ന ആളെ കെട്ടണോ? അതോ അതേ വിശ്വാസത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കണം? പറ, സമ്മതിച്ചോ? ആരെയാ? അതേ വിശ്വാസമല്ലാണ്. ഇനി നമ്മൾ ഇന്ന് കാണുന്ന 100,000 പെന്തക്കോസ്ത് പള്ളികളില്
എത്ര പാസ്റ്റർമാർ വിശ്വാസികളായിട്ടുണ്ട്? അവിടെ പോയി തല്ലി കൊട്ടി തുള്ളി മറിഞ്ഞാടുന്നവരിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടതുണ്ട്? എങ്ങനെ അറിയും? അപ്പൊ ശരിക്കും രക്ഷാനിർണയം പ്രാപിച്ച ഒരാള് മാതാപിതാക്കള് കാനഡക്കാരനാണ്, അമേരിക്കക്കാരനാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന കല്യാണത്തിന് എഗ്രി ചെയ്താൽ വീണ്ടും ജനിച്ച ആളല്ലെങ്കിലും. When the church has no power, when the parents do not understand Christ, even after becoming believers, അവരെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം കണ്ട ഒരാൾക്ക് ഒരു പാഠം അന്വേഷിച്ചിട്ട് വരുന്നത്? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ ദം. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ദുഃഖിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ. പക്ഷെ അവർക്ക് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ we have to wait for the Lord. അവിടെ പ്രണയമല്ല ആൻസർ. We have to wait for the Lord to show you the correct person and you should discuss it with the elders. അത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, കമ്മിറ്റ് ചെയ്യാൻ പോവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എന്റെ ഹൃദയം അങ്ങോട്ട് വളയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, you have to consult someone senior to you who can counsel, give a counseling to you so that you can understand how to marry or whom to marry. Okay, is that clear? പക്ഷെ പേരൻസിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് നല്ലതല്ല. കാരണം അങ്ങേയറ്റം നമ്മൾ യു ഹാവ് ടു സീ ആൻഡ് വെയിറ്റ് ഫോർ എ പേരന്റൽ കൺസെന്റ്. കാരണം അത് വലിയ ബുദ്ധിമുട്ടോടും ദുഃഖത്തിലോട്ടും മാറും. വി നീഡ് ടു ഗിവ് ദം ടൈം ആൻഡ് വി നീഡ് ടു ടെൽ ദം ഞങ്ങൾ എന്താ വിശ്വസിക്കുന്നത്. ഇതുപോലുള്ള ഒരാളെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പറയാം. വിവാഹത്തിനകത്ത് പലതരത്തിലുള്ള മോട്ടീവ്സ് ഉണ്ട്. ഒന്ന് പാഷനാണ്, അതായത് ഇവർ തമ്മിൽ പ്രണയിക്കുമ്പോൾ അതാ സംഭവിക്കുന്നത്. പാഷൻ ഈസ് ദ മോട്ടീവ്. അത് പാവമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാൻ ഒരാളോട് പറയാം, ഞാൻ ഇയാളെ കൂടാതെ ജീവിക്കത്തില്ല, എനിക്ക് ഇയാളെ കൂടിയേ പറ്റൂ. യു ആർ ഇൻ ബിഗ് സിൻ. കാരണം നിങ്ങൾ കർത്താവിനെ അല്ല മഹത്വപ്പെടുത്തുന്നു. എനിക്കൊരാളെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് തോന്നുന്നതാണ്. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ ആ പാട്ട് നമ്മൾ പാടി, ഏതായിരുന്നു? ജീവനാമൻ യേശുവേ. ഇപ്പൊ ലോകത്ത് ഇന്നാരെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു മിത്താണ്. കാരണം ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഒരു കോളേജിൽ പഠിക്കാൻ പോകുന്നു, അവിടെ ഒരാളെ കണ്ടുമുട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, കണ്ണുകൾ തമ്മിൽ ഇടയുന്നു, പഴയ ഭാഷയായിട്ട് ചിരിക്കുന്നു, വർത്താനം പറയുന്നു, നിങ്ങൾ പരസ്പരം പ്രണയത്തിൽ വീഴുന്നു. നിങ്ങൾ ആ കോളേജിൽ പോകാതെ വേറൊരു കോളേജിൽ പോയാൽ അവിടെ ഒരാളെ കാണുമ്പോൾ ഇത് തന്നെ സംഭവിച്ചത്. ഇനി എങ്ങും പോകാതെ വീട്ടിലിരുന്നാൽ ചിലപ്പോൾ വീട്ടിൽ വന്ന് ഇത് ഈ പ്രായമാകുമ്പോൾ ആരുടെങ്കിലും തോന്നിയിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, ഇയാളില്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എത്ര മണ്ടത്തരം! ആളെ കണ്ടില്ലായിരുന്നെങ്കിൽ വേറൊരാളുടെ ഇത് തന്നെ പറഞ്ഞേനെ. അപ്പൊ അയാളെല്ലാം സുഖമായിട്ട് ജീവിക്കൂലേ? ഇല്ലേ? അതുകൊണ്ട് നമ്മൾ വെറും ഈ പാഷൻ പിടിച്ച് പൊട്ടന്മാരാകരുത്. സന്തോഷമായി. പാഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടന്മാരായിട്ട് ഒന്നും കാണാതെ അയ്യോ ഇയാളില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള രീതിയിലോട്ട് പോരുത്. ആ പാഷൻ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത്. കാമുകിയായിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തവളാകുന്നു. ദേ കാനോട്ട് എക്സ്പീരിയൻസ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഓർ ദ പവർ ആൻഡ് അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, പാഷൻ ഒരു മോട്ടീവാണ്. രണ്ടാമത്തെ മോട്ടീവാണ് സക്സസ്. എന്റെ മകളെ നഴ്സിംഗ് പഠിപ്പിച്ചു, എവിടെയെങ്കിലും കാനഡയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒരു പയ്യനും കൂടെ കിട്ടിയാൽ അവരുടെ ലൈഫ്. ഇത് ബൈബിളാണോ? ബൈബിളുള്ളതാണ്. ഇതെല്ലാം ആകെ പൊളിഞ്ഞു കിടക്കുക. അതുകൊണ്ട് വി നീഡ് ടു ഹാവ് എ ഫ്രഷ് സ്റ്റാർട്ട് ടു ഇറ്റ്. കർത്താവെ, നിന്റെ നാമം മഹത്വപ്പെടാത്ത ഒരു പണിക്കും ഞാൻ പോവില്ല. കാരണം ജീവനാമൻ യേശുവേ നമോ, ഞാൻ നിന്നെ മാത്രം നമസ്കരിക്കുന്നു. കാരണം നിനക്ക് പ്രസാദമില്ലാത്തതും നിന്നെ മഹത്വപ്പെടുത്താത്തതുമായ ഒരു വിഷയത്തിലേക്ക് ഞാൻ പോവുകയില്ല. സോ നെവർ തിങ്ക് അറേഞ്ച്ഡ് മാരേജ് ഇസ് മോർ ഗ്ലോറിഫൈഡ് ദാൻ ലവ് മാരേജ് ഓർ ലവ് മാരേജ് ഇസ് മോർ ഗ്ലോറിഫൈഡ് ദാൻ. എല്ലാം മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വരുന്നതാണ്. So we need to understand with maturity. You should wait for the right person whom God would show you. And if you are feeling inclined towards someone, discuss it with your elders. Okay. നമ്മളൊരു ജീവിത പങ്കാളിയെ സജീവമായി അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷിച്ചാലും കുഴപ്പമില്ല, അന്വേഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
The Bible is silent, you are also silent. നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ചു, അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കണം. That's it. അല്ലേ? അതിപ്പോ രാവിലെ ആയാലും വൈകിട്ടായാലും ഒന്നും കുഴപ്പമില്ല. ഈ സമയം ഉദ്ദേശിച്ചത് എന്താണ്? സാധാരണ ഈവനിങ് ആണ് എളുപ്പം തോന്നുന്നു. എന്റെ കല്യാണം ഈവനിങ് നടത്തുന്നതായിരുന്നു എന്റെ ആഗ്രഹം. കാരണം എന്റെ കാശില്ലായിരുന്നു, 2000 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈവനിങ് പിടിച്ച പരിപ്പോടേയും ചായം കൊടുത്തു കഴിഞ്ഞാൽ 2000 രൂപ പരിപാടി തീരും. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ഈ കല്യാണത്തിന് വേണ്ടി ലാവിഷായിട്ട് കാശടിച്ചു കളയുന്ന ഭയങ്കര ഒരു 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 പാപമാണ്. എന്തിനാണ്? അതായത് ലക്ഷങ്ങൾ വാരി എറിഞ്ഞാണ് കല്യാണം നടത്തുന്നത്. മാതൃകാ പുരുഷൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മുടെ ഗണേഷിന്റെ സിനുവിന്റെ കല്യാണത്തിന്റെ ചെലവ് 19,000 രൂപയാണ്. 19,000 rupees. 19,000 സംതിങ് ചേഞ്ച് ചിൽഡ്ര, 20 താഴെ. അവരും ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിച്ചുകൊണ്ടിരിപ്പുണ്ടായി ഇല്ല അല്ലെ? കല്യാണം കഴിച്ചൊരു കുറവാണ്. അവർ ജീവിക്കുന്നതിൽ എന്താ വ്യത്യാസം? ആരെങ്കിലും നിങ്ങളെ കാണുമ്പോഴുടനെ നിങ്ങളുടെ ആൽബം കാണിക്കാൻ പറയുന്നുണ്ടോ? ആ ദൂർത്തടിക്കുന്ന പൈസ അവരുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് കടമില്ലാതെ 1000 ദിവസം ഇരിക്കാമല്ലോ. ഹൗ സ്റ്റുപ്പിഡ് ഓഫ് ദീസ് പീപ്പിൾ ടു സ്പെൻഡ് സോ മച്ച് ഓൺ സില്ലി തിങ്സ്. ഒരു ഡ്രസ്സ്, ഒരു നേരം ഇടാനുള്ള ഒരു കോട്ടിന് വേണ്ടി, ഒരു നേരം എടുക്കാനുള്ള സാരിക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരി എറിഞ്ഞ്. ഇത് അനേകം ദരിദ്രരും ആഹാരമില്ലാത്തവരുള്ള നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാത്ത ആൾക്കാരുള്ളപ്പോൾ ഈ കാണിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. അത് we need to be strong on those things. അതുകൊണ്ട് നമ്മുടെ ഒരു ചർച്ചിന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണം നടത്താൻ കാശില്ലെങ്കിൽ ഞങ്ങൾ നടത്തി കൊടുക്കുന്നതായിരിക്കും. മാക്സിമം ചെലവ് 20,000 രൂപ. പക്ഷെ എത്ര പേരെ വിളിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. എങ്ങനെ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാൽ പിന്നെ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ കല്യാണം സൂപ്പറായെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കല്യാണം കഴിച്ചവരാരും അവരുടെ പഴയ വീഡിയോ നോക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഫോട്ടോ ഒക്കെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നോക്കുമായിരിക്കും. വീഡിയോ എന്ന് പറയുന്ന സാധനം അത് പിടിക്കാൻ ലക്ഷങ്ങൾ കൊടുത്ത് പിടിച്ചതാ. ഒരു മനുഷ്യനത് രണ്ടാമത് നോക്കിയോ വേണം, ഒരു പ്രാവശ്യം നോക്കുമായിരിക്കും. എന്തുമാത്രം തൂത്ത്. ചോദ്യം ഇതല്ലേ, അനുയോജ്യമായ സമയം. പ്രായമാണോ ഉദ്ദേശിച്ചത്? പ്രായമാണോ? ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇമോഷണൽ, പ്രൊഫഷണൽ ആൻഡ് സ്പിരിച്വൽ മെച്യൂരിറ്റി ആയി കഴിയുമ്പോൾ ഞാൻ ഈ ലൈഫാണ് ജീവിക്കുന്നത്, ഇനി വേറെ മാറ്റമില്ല, ദിസ് ഈസ് മൈ കോളിംഗ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കോളിംഗ് ഉള്ള ഒരാളെ വിവാഹം കഴിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. വീണ്ടും ജനിച്ചതാണോ അല്ല? വീണ്ടും ജനിച്ചതാണെങ്കിൽ അത് പെന്തക്കോസ്തിൽ പോയി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, ഒരു കാര്യമില്ല. വീണ്ടും ജനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് കഴിഞ്ഞു പോയി പുതിയ സൃഷ്ടിയായി മാറി ക്രിസ്തു എന്ന തലയോട് ചേർന്ന് സ്നാനപ്പെട്ടു, പഴയത് മരിച്ചു, പുതിയ ജീവിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ചപ്പാട്, ആ ഫെയ്ത്തിലുള്ള ഐക്യം ഉണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെ കർത്താവ് സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ആളെ സ്നേഹിക്കുന്നുണ്ട്. സോ ഡോണ്ട് ഹാവ് ടു ലുക്ക് അറ്റ് എനിത്തിങ് എൽസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വീണ്ടും ജനന അനുഭവമുള്ള ആളാണ് എങ്കിൽ അത് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നിങ്ങൾക്ക് പരസ്പരം ഒരു കോമ്പാറ്റബിലിറ്റി തോന്നണം. വിവാഹം കഴിക്കാൻ തോന്നണ്ടേ? അതും ആവശ്യമാണ്. അപ്പോൾ ഇമോഷണലി യു ഷുഡ് ഹാവ് എൻ എഗ്രിമെന്റ് ടു മാരി. ആ വീണ്ടും ജനിച്ചതാണ്, എനിക്ക് ഇഷ്ടമൊന്നുമല്ല, അല്ല സ്വഭാവമൊന്നും ശരിയല്ല, എന്നാലും കെട്ടിയാക്കാം, അങ്ങനെയല്ല. ബട്ട് വീണ്ടും ജനിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് നമുക്ക് പ്രൈമറിലി നോക്കാനുള്ളത്. ബാക്കിയൊക്കെ സെക്കൻഡറി കാര്യമാണ്. ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ബോൺ അഗെയിൻ, മേ ബി എ പെന്റക്കോസ്റ്റൽ, മേ ബി സ്പീക്കിംഗ് ഇൻ ടങ്സ് മോർണിംഗ് ടു ഈവനിങ്, മേ ബി ജമ്പിങ് അപ്പ് ഇൻ ദ എയർ ഇൻ എക്സ്റ്റസി, രക്ഷിക്കപ്പെട്ടതായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് ഒരു പ്രയോറിറ്റി. അത് മാത്രം നോക്കാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. കാരണം വീണ്ടും ജനിച്ചവരെ പോലെ അഭിനയിക്കുന്ന ആൾക്കാരെ ലോകത്ത് വേറെ ഒന്നിനെ പോലെ അഭിനയിക്കുന്നില്ല. ഈ CSI ചർച്ചിൽ ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം CSI ചർച്ചില്
വീണ്ടും ജനിച്ച ആൾക്കാരുണ്ട്, പക്ഷെ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പൊ 2000 പേരുടെ തെരച്ചിലാണെങ്കിൽ ഒരു 30 പേര് കാണും വീണ്ടും ജനിച്ചത്. അതാണ് ആ സഭയുടെ അവസ്ഥ. ബാക്കി 1970 പേര് നരകത്തിലേക്കാണ്. പക്ഷെ വീണ്ടും ജനിച്ചില്ലെങ്കിലും, ഇപ്പൊ ഞാൻ ആ CSS ചർച്ചിന്റെ ഏറ്റവും പുറകിൽ പോയിരിക്കുന്ന ആളാണ്. ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ല. എന്റെ കല്യാണം അവർ നടത്തി തരും, ഞാൻ മരിച്ചാൽ ശവോടക്കം നടത്തും, എന്റെ പിള്ളേരെ വെള്ളം തെളിപ്പിക്കും, എല്ലാ കൂതാശകളും അവർ ചെയ്തു തരും. കാരണം മെമ്പർഷിപ്പ് എടുത്താൽ മതി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്റെ അപ്പൻ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരുന്ന 12 രൂപയായിരുന്നു ഒരു വർഷത്തേക്ക്. ഒരു മാസം 1 രൂപ. അത് കുറെ വർഷങ്ങളുടെ അടിച്ച് പുതുക്കാൻ വളരെ എളുപ്പം. 10 വർഷത്തെ അടയ്ക്കാൻ 120 രൂപ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ആർക്കും ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് അഭിനയിക്കേണ്ടി വരുന്നില്ല. എന്നാൽ ഈ പെന്തക്കോസ്തിൽ വന്നാൽ രക്ഷിക്കപ്പെട്ടതാണോ? അതെ, അഭിനയിച്ചേ പറ്റൂ. ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലെന്ന് ഏതെങ്കിലും ഒരു പെന്തക്കോസ്തുകാരൻ പറയുമോ? പറയില്ല. കാരണം രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും രക്ഷിക്കപ്പെട്ടതെ അഭിനയിച്ച പറ്റും. വീണ്ടും ജനിച്ചതാണോ? അതെ. എന്താണ്? അപ്പൊ ഞാൻ എളുപ്പ വഴി പറഞ്ഞുതരാം. ഒറ്റ ചോദ്യം, എങ്ങനെയാ വീണ്ടും ജനിച്ചെന്ന് ചോദിച്ചാൽ അത് ശരിക്കും വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് പറയാൻ പറ്റില്ല. അയാൾ ഒരുന്നേ പറയും, ഞാൻ അയാളുടെ കൈ പൊക്കിയപ്പോ കൈ പൊക്കിന്നോ, അല്ലെങ്കിൽ എന്റെ തലവേദന മാറ്റി തന്നു ദൈവം അതോടെ, അങ്ങനെയൊക്കെ പറയുള്ളൂ. അല്ലെങ്കിൽ എന്റെ മക്കൾ ഞാൻ ചെറുപ്പത്തിൽ സ്നാനപ്പെട്ടതാണോ, ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പൊ വീണ്ടും ജനനത്തെ കുറിച്ച് 2-3 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അനാലിസിസ് എന്താണ്? പാപബോധം, ഇതൊക്കെ ഈ സംസാരിക്കാൻ വരുമ്പം ചോദിക്കേണ്ട ചോദ്യങ്ങൾ. ചില ആൾക്കാരുണ്ട് ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് സമ്മതിക്കാത്തവരാണ്. അതൊരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ലക്ഷണമാണ്. ഇപ്പൊ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ നിങ്ങളുടെ തല്ലോട്ട കുറ്റം വെക്കത്തേ ഉള്ളൂ, ഒരിക്കലും സ്വയം വെക്കത്തില്ല. അപ്പൊ ആ സംസാരത്തിൽ അത് മനസ്സിലാക്കണം. ഈസ് ഹി എ നാർസിസിസ്റ്റ്? അപ്പോ അയാള് വേറെയുള്ള കുറ്റം പറയത്തുള്ളൂ. നിങ്ങളെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ള പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ എന്തൊക്കെയാ ചോദിക്കും? ഉഗ്രം ചോദ്യമാണ്. നിങ്ങൾ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള പാവങ്ങൾ എന്തൊക്കെയാന്ന് പറയാൻ പറ്റും. അവിടെ ഈ നാർസിസ്റ്റുകൾ പോയി. കാരണം അവർക്ക് ഒന്നും പറയാണ്ടാവില്ല. അവർ ചിലപ്പം രാവിലെ ചെരുപ്പ് മാറിയിട്ടുണ്ട് പോയതൊക്കെ, അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ പറയുമെങ്കിലും ദൈവത്തെ ഒഫൻഡ് ചെയ്ത എന്തെങ്കിലും കാര്യം അവർ ചെയ്തതായിട്ടോ ചിന്തിച്ചായിട്ടോ അവർക്ക് മനസ്സിലോട്ട് വരത്തില്ല. കാരണം ഒരു ദൈവത്തെക്കാളും റൈച്ചസ് ആയിട്ടാണ് ഈ ആൾക്കാർ വരുന്നത്. അവരുടെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ നിങ്ങളെ അവർ പ്രതിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനിച്ചതാണോ എന്നൊരു ചോദ്യം, അത് ഇത്തിരിയുടെ ഗഹനമായിട്ട് ഇത്തിരി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആളുടെ പേഴ്സണാലിറ്റി മനസ്സിലാവും. ഇഫ് ഈസ് എ ബ്രോക്കൺ പേഴ്സൺ, that's the first sign of being born again. If he's a broken person, അത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ നമുക്ക് 100% തെളിയുന്നില്ലെങ്കിലും we can at least have an assurance. അപ്പം നിങ്ങൾ ഇനി ചെറുക്കനും പെണ്ണും സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ you make use of that opportunity to enquire these things. Okay, സന്തോഷം. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടു പോയേക്കരുതെന്നുള്ളതാണ്. That's the rule. No touch. മൈൻഡ് കൊണ്ട് പോലും no thinking of touching. She doesn't belong to you until you are married. ഇത് വലിയ പാടാ. അതാണ് ഈ ബ്രഹ്മചാരി എന്ന് പറയുന്നത്. until marriage you move in the Brahma, move in God. അത് ഹിന്ദു ഭാഷയാണ്. അതാണ് ഏറ്റവും ഐഡിയൽ. കാരണം you don't belong to that person now. When you belong, you have full freedom, no restriction. But until that moment, ഇഷ്ടമൊക്കെ ഉണ്ടാകാം, ബട്ട് ശാരീരികമായ ഒരു ഫാന്റസി, ആ ഡിസയർ, someone who does not belong to you. നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് ആ മാരേജിന് അല്ലെങ്കിൽ പിന്നെ എന്താ ഇമ്പോർട്ടൻസ്? മാരേജിനെ കൈ പിടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? അതിന്റെ ഇമ്പോർട്ടൻസ് നൗ ഓൺവേർഡ്സ് യു ആർ വൺ. ഓക്കെ. അപ്പൊ പഴയകാലത്ത് അങ്ങനെ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷയിക്കാണ്ട് കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് അനദർ തിങ്. ഇത് കേട്ട ശേഷം ഇനി അങ്ങോട്ടുള്ള ആൾക്കാരുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ. ഓക്കെ, അടുത്തത്. അപ്പൊ ഉചിതമായ അളവ് മനസ്സിലായല്ലോ.
അതിന്റെ അളവില്ല, അളവ് 0 ആണ്. നമ്മൾ മാരേജിലോട്ട് കയറിയോ? ഇല്ല, ബിഫോർ മാരേജ്. മറ്റു മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുടെ വിവാഹത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിൾ ഒന്നും പറയുന്നില്ല. ക്രിസ്തുവിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, യഹൂദനെന്നോ യവനെന്നോ ഇല്ല. നാം എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചിരിക്കുന്നു. നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. നാം എല്ലാം ക്രിസ്തു എന്ന തലയ്ക്ക് അവയവങ്ങളായി മാറിയിരിക്കുന്നതിനാൽ once you are a Christian, you don't have a caste or a religion. പഴയ മനുഷ്യൻ മരിച്ചു, പഴയ ഹിന്ദു മരിച്ചു, പഴയ കത്തോലിക്കൻ മരിച്ചു, പഴയ പെന്തക്കോസ്തുകാരൻ മരിച്ചു, പഴയതെല്ലാം തീർന്നുപോയി. Now you are a new creature in Christ. വീണ്ടും ജനിച്ച ഒരാൾക്ക് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. വീണ്ടും ജനിച്ച ഒരാളെ സംബന്ധിച്ച് has no caste, no religion. The only question is whether he is born again or not. ബാക്കി എല്ലാ ചോദ്യവും പാവമാണ്. പിന്നെ കല്യാണം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു യൂണിയൻ അല്ല, അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യൂണിയനാണ്. ഞാൻ അന്ന് തൊട്ട് ഓർക്കുന്ന ബൈബിളിൽ എവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു? പ്രിയ സഹോദരങ്ങളെ, വിവാഹം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ വിളിച്ച് ഒരു ചെറുക്കന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ പണിയെടുപ്പിക്കുന്ന പരിപാടിയല്ല. ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ കല്യാണം കഴിച്ച ചെറുക്കന്റെ വീട്ടിൽ പോയി താമസിക്കണമെന്ന്? റെഫറൻസ് ആർക്കെങ്കിലും ഉണ്ടോ? റെഫറൻസ് എനിവേ? അങ്ങനില്ല. അത് നാടിന്റെ പാരമ്പര്യമാണ്, നാടിന്റെ പാരമ്പര്യം. പുരുഷനോട് പറയുന്നത് നീ നിന്റെ അപ്പനെയും അമ്മയും കുടുംബത്തെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക, നിങ്ങളൊരു ശരീരമായി തരും. അപ്പൊ സ്ത്രീകൾ പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്, അവനെ വിട്ടേക്ക്, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അങ്ങനെയല്ല, അവിടെ സ്ത്രീയോട് പറഞ്ഞിരിക്കും നീ നിന്റെ പിതൃഭവനത്തെ മറക്കുക. ഇവരൊരു പുതിയ കുടുംബം ഉണ്ടാക്കുന്നത്, പഴയ കുടുംബത്തിന്റെ വാലായിട്ടല്ല ഒരു പെൺകുട്ടി എന്ന് കയറുന്നത്. ദിസ് ഗേൾ ആൻഡ് ബോയ് ക്രിയേറ്റ് എ ന്യൂ ലൈഫ്, ന്യൂ ഫാമിലി. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനു മുമ്പ്? കേൾക്കാൻ ഈ നാട്ടുകാർ സമ്മതിക്കില്ല. കാരണം നമ്മുടെ ഒരു പാത്രിയാർക്കൽ സമൂഹം ആയതുകൊണ്ട് a woman is always supposed to abandon her family, her name, and then go and be a servant in that new and build that house. Not biblical. That's cultural. That's cultural. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. That's only relationship. അപ്പോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കല്യാണം കഴിക്കുന്ന കപ്പിൾ ഒരു പുതിയ കുടുംബമാണ്. അത് ജാതി മതവും വർഗമൊന്നുമല്ല, ബോൺ അഗെയിൻ, ക്രൈസ്റ്റ് സെൻട്രിക്. അപ്പൊ അവർക്ക് രണ്ട് സെറ്റ് ഓഫ് പേരൻസ് ഉണ്ട്, രണ്ടും ഒരുപോലെയാണ്. ഇവിടെ പോയി ഒരാഴ്ച നിന്നാ അവിടെ പോയി ഒരാഴ്ച നിന്നു. പെൺപിള്ളേർക്ക് എല്ലാവരും സന്തോഷമായി തോന്നുന്നു. ആൺപിള്ളേർ ചിന്തിക്കുമായിരിക്കും ഇത് എങ്ങനെ മുമ്പോട്ട് പോകും. ഇന്നൊരു പെൺപിള്ളേർ മാത്രമുള്ള വീടിന്റെ അവസ്ഥ എന്താണെന്നറിയാം? രണ്ട് പെൺപിള്ളേര്, രണ്ടുപേരും കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും പോയി. അവരുടെ മേൽ ഈ അപ്പനും അമ്മയ്ക്ക് പിന്നെ ഒരു റൈറ്റും ഇല്ല. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ആരുടെയോ വീട്ടില് അവിടുത്തെ അമ്മായിപ്പന്റെ അമ്മായിമ്മയുടെ തുണി അലക്കാൻ പോയി. ഹൗ ഹോറിബിൾ ഈസ് ദാറ്റ്? ഓക്കെ, ഇതൊക്കെ എങ്ങനെ ആൾക്കാർ കേട്ടു എനിക്കറിയത്തില്ല. ഈ നാട് മുഴുവൻ നമ്മൾ മറിക്കേണ്ടി വരും. ബൈബിൾ അതുപോലെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബൈബിൾ അതുപോലെ പ്രസംഗിക്കാൻ നാട്ടുകാർ നമ്മളെ നിലത്ത് നിർത്തത്തില്ല. അടുത്തത് സോളമൻ 1000 ഭാര്യമാരെയും വെപ്പാട്ടികളെയും ദൈവം അനുവദിച്ചിരുന്നുകൊണ്ട് ബൈബിൾ ബഹുഭാര്യത്വത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? അനുവദിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പിന്തുണയ്ക്കുന്നില്ല, അനുവദിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പാപത്താൽ വീണുപോയ ശേഷം, പാപത്താൽ വീണു പോകുന്നതിന് മുമ്പ് ആദമിനോട് ഒറ്റ ഹവ്വയെ മാത്രം. എത്ര ഭാര്യയിലുണ്ട് നമുക്ക്? 23 എണ്ണാൻ സമയമില്ല. അത്രയും ഭാര്യമാര് വേണേ കൊടുക്കും. പക്ഷെ കർത്താവ് പറഞ്ഞു ഒരു തുണ. അത് ദൈവത്തിന്റെ തീരുമാനം. അത് കർത്താവ് പറയുന്നുണ്ട് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് 1 man 1 wife. അപ്പോ
ഞാൻ വിശ്വസിക്കുന്ന ഭാര്യ ഭർത്താവ് മരിച്ചു പോയാൽ പോലും രണ്ടാമത് കല്യാണം കഴിക്കാതിരിക്കാൻ നല്ലതെന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിലും. കാരണം ഒരുപക്ഷെ ഇനി ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് ദൈവം ചിലപ്പോൾ നമ്മളോട് പറയുന്നതായിരിക്കും. വി നീഡ് ടു ലേൺ ദാറ്റ് ഓൾസോ, ടു ബി അലോൺ. അപ്പോൾ രണ്ടാമതൊരു കല്യാണമോ ഒന്നിൽ കൂടുതൽ കല്യാണമോ ഒരു കാരണവശാലും ദൈവത്തിന്റെ പ്ലാനിലുള്ളത്. കാരണം കർത്താവിന് ഒരു മണവാട്ടിയേ ഉള്ളൂ, ഒരു സഭ മാത്രം. അത് മാത്രമല്ല, പ്രകൃതി നമ്മൾ എന്താ പറയുന്നത്, 1000 പുരുഷന്മാർക്ക് 2000 പെൺകുട്ടികൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? കേരളത്തിൽ 1000 ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ 2000 പെൺകുഞ്ഞുങ്ങളോ 4000 പെൺകുഞ്ഞുങ്ങളാണോ ഉണ്ടാകുന്നത്? പറ, നിങ്ങൾ എന്താ മിണ്ടാത്തെ? നിങ്ങൾ അവിടെ ഇരുന്ന് മിണ്ടിയാലും ടി വിയിലൊന്നും വരില്ല. പറഞ്ഞോ. ഒരാള് ആൺകുട്ടി ഒരിടത്തുണ്ടാകുമ്പോൾ വേറൊരു പെൺകുട്ടി ഒരിടത്തുണ്ടാവും. എന്തുകൊണ്ടാ? ദൈവം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രാജാവ് എന്ന് പറഞ്ഞപ്പോഴേ കർത്താവ് പറഞ്ഞായിരുന്നു, ഈ രാജാവ് പണി വേണ്ട, അവൻ നിങ്ങളുടെ പെൺപിള്ളേരെ കല്യാണം കഴിച്ചുകൊണ്ട് പോകും. അത് ഉറപ്പായിരുന്നു. രാജാക്കന്മാരുടെ പരിപാടി അതായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഓർഡൈൻഡ് ബൈ ഗോഡ്. ദൈവം ഓർഡൈൻ ചെയ്തതായിരുന്നില്ല. ദൈവത്തിന്റെ ഹൃദയത്തിൽ എപ്പോഴും, കാരണം മനുഷ്യന്റെ പ്രവൃത്തിയാണ് മാനുഷികമായ രാജത്വം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം ന്യായാധിപന്മാരുടെ കാലം പോലെ ദൈവം തന്നെ രാജാവായിരിക്കുക എന്നുള്ളതായിരുന്നു. അബ്രഹാമിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? സാറ മരിക്കുന്നവരെ സാറ മാത്രം ഉണ്ടായിരുന്നു. യാക്കോബിന് ഒരു ഭാര്യ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, പെട്ടുപോയതാണ്. ഐസക്കിന് ഒരു റബേക്കയാണ്, അല്ലെ? അല്ലെ? സോ ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ഇയ്യോബിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഈ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ലിസ്റ്റിലുള്ളവർ എടുത്തു നോക്കി. ദാവീദിനെ പോലുള്ള രാജാക്കന്മാരല്ലാത്ത ആർക്കും ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്ക് 100% പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാം, കർത്താവിന് ഒരു മണവാട്ടിയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഏക ഭാര്യത്വം, ഒരു ഭർത്താവിന് ഒരു ഭാര്യ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലെറ്റ് വൺ മാൻ ഹാവ് വൺ വൈഫ്. ഞാൻ ഇവൻ മരണശേഷം പോലും വേറൊരാളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് തെറ്റാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റഡ്, ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്റെ പേഴ്സണൽ ചിന്ത അത്. കാരണം സെലിബസി എന്ന് പറയുന്ന ദൈവം ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നതായിരിക്കാം. ബൈ റിമൂവിങ് മീ ഓർ മൈ സ്പൗസ്, ഗോഡ് മേ ബി ആസ്കിങ് മീ, ഓക്കെ, ഇനി അതായത് ബ്രഹ്മചര്യം മാത്രമല്ല, അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് കർത്താവിന്റെ കൂടെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു കാലം ചിലപ്പോൾ ദൈവം നമുക്ക് തരികയാണെങ്കിൽ ദാറ്റ് യു കാന്റ് ഡിനൈ. രണ്ടാമത് എല്ലാം കുറച്ച് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ദാറ്റ് വിൽ നോട്ട് അഫക്ട് യുവർ സ്പിരിച്വാലിറ്റി. സ്പൗസ് മരിച്ച ശേഷമാണെങ്കിൽ, മരണം വേർപെടുത്തിയ ശേഷമാണെങ്കിൽ, ദാറ്റ് പേഴ്സൺ ഈസ് ഫ്രീ ടു മാരി എനിവൺ ഹി ലൈക്സ്. ഓക്കെ. ഇനി നമ്മൾ കല്യാണം കഴിഞ്ഞുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണ്. ആഫ്റ്റർ മാരേജ്, ഈ ബിഫോർ മാരേജിനെ കുറിച്ച് നമുക്കൊരു ബ്രേക്കിന് ശേഷം കല്യാണം കഴിഞ്ഞുള്ള കാര്യം ചിന്തിക്കാം. സ്മോൾ ബ്രേക്ക്.